വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഒരു മാസത്തിലധികമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഒന്നിനും ഒരു സമയമില്ലാത്ത കുറേ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനേ പറ്റിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോഴത്തേനും എനിക്കൊന്നും അറിയാൻ മേലാത്ത പോലെ എനിക്കങ്ങ് തോന്നിപ്പോയി. ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുമെന്നൊക്കെ തന്നെ ഞാൻ ഓർത്തു പോയി. ഞാനിങ്ങനെ എനിക്ക് എന്തെങ്കിലും വിഷമോ പ്രയാസമൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഉറക്കമില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും. ഉറക്കമല്ലെങ്കിലും മിക്കവാറും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഭക്ഷണം എനിക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ്. കഴിച്ചു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നും. അതുകൊണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുക. അങ്ങനെ ഇതേപോലെ രാത്രിയിൽ കഴിക്കാതെ എല്ലാം കടന്നു വെച്ച് ഒരു 2 മണിയായി കാണും. അന്നേരം വിശന്നിട്ട് പിന്നെ എണീറ്റ് ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ആരണൊക്കെ കിടന്ന് ഉറക്കമാണ്. അങ്ങനെ ഞാൻ എണീറ്റിട്ട് എനിക്ക് കിടന്നിട്ട് ഒരു തരത്തിലും പറ്റുന്നില്ല. ഗ്യാസ് കയറും എല്ലാം കൂടെ ചെയ്തു. അങ്ങനെ ഞാനെന്നാൽ ഭക്ഷണം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീറ്റ് കഴിച്ചാണ്. 2 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കിടക്കാനായിട്ട് പോകാൻ നേരം എനിക്ക് എപ്പോഴും ഭയങ്കര ഡൗട്ടാണ്, ഡോർ ലോക്ക് ചെയ്തോ, പിന്നെയും ചെന്ന് നോക്കും. കിടന്നിട്ടൊക്കെ എത്രയോ പ്രാവശ്യം എണീറ്റ് വരുമെന്നോ. അങ്ങനെയെല്ലാം ഒന്നുകൂടെ നോക്കി വെച്ച് കിടന്നേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മണി 2:30 കഴിഞ്ഞിട്ടുണ്ട്. കാരണം മനസ്സിനൊരു സന്തോഷവും സമാധാനവും നമുക്കില്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ കിടന്നാൽ ഉറങ്ങാനേ പറ്റത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കുറേ ദിവസമായിട്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ കാര്യങ്ങൾ പോകണം. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ബാനൂട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഒരാഴ്ചത്തേക്ക്. അപ്പോൾ പെട്ടെന്ന് അവളെ ഇതേപോലെ കൂട്ടിക്കൊണ്ട് വന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആരൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പോൾ ഇതേപോലെ വൈകിട്ട് പെട്ടെന്ന് ആരൻ കുറച്ച് സാധനമൊക്കെ വേണമായിരുന്നു. അന്നേരം ആരൻ ഇതേപോലെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസൊക്കെ വേണമായിരുന്നു. ഒന്നും എടുത്ത് വെച്ചിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇതേപോലെ നമ്മുടെ ബ്ലിങ്കിറ്റിൽ നമ്മൾ അവരുടെ ആപ്പിൽ കയറി നമ്മളിതെല്ലാം അയച്ചു കൊടുത്താൽ മതി. അയച്ചാൽ നമുക്ക് ഇതെല്ലാം കോപ്പിയെല്ലാം അവർ എടുത്തുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ വൈകിട്ടായപ്പോൾ എന്നാ ചെയ്യുന്നു, ഒന്നിനെയും കോപ്പി എടുത്തിട്ടില്ല. രാവിലെ പോകുമ്പം പിന്നെ എല്ലാം ഒക്കെ ഒന്ന് തുറന്ന് വരണമെങ്കിൽ 10 മണിയൊക്കെ ആവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കിനാണ് പിന്നെ ഇങ്ങനെ ബ്ലിങ്കിറ്റിൽ സാധനവും മേടിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതേപോലെ പിന്നെ ഓർഡർ ഇതുപോലെ അവർക്ക് അയച്ചു കൊടുത്ത് അവരതിൻ്റെ എല്ലാം കോപ്പി എടുത്ത് കിട്ടുകയും ചെയ്തു. ഒരു ഭയങ്കര പ്രയോജനമുള്ള കാര്യമായിട്ട് നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ കോപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലിങ്കിറ്റ് വഴി നമുക്കത് അതിൻ്റെ ഫോട്ടോ കോപ്പി എല്ലാം എടുക്കാനായിട്ട് പറ്റും. ഭയങ്കര ഫാസ്റ്റ്. എനിക്കൊന്ന് 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് സംഭവം വീട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഓട്ടോയിലാണേലും വണ്ടിയിലാണേലും ഒക്കെ നമ്മൾ പോയി പിന്നെ കട തപ്പി ഇതിനൊന്നും മെനക്കെടേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അങ്ങനെ ആരൻ്റെ കോപ്പിയെല്ലാം എടുത്തു. പിറ്റേ ദിവസം രാവിലെ വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇതേപോലെ അഡ്മിഷന് വേണ്ടിയിട്ട് പോകണമായിരുന്നു. അങ്ങനെ അതിന് പോകാനായിട്ടെല്ലാം റെഡിയാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ ഒരു മാസം എന്ന് പറയുന്നത് ഒന്നിനും എനിക്ക് സമയമില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. കുറേ കാര്യങ്ങൾ, കുറേ ഹോസ്പിറ്റൽ കേസുകൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഇടയിൽ കിടന്ന് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും എനിക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് പോലും മറന്നുപോയ ഒരു സമയങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതേപോലെ അന്നേരം സാധനങ്ങളും ഒക്കെ വീട്ടിൽ ചിലപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആയിരിക്കും ആ സാധനം ഇതില്ല എന്ന് ഓർക്കുന്നത്. അന്നേരം പിന്നെ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ബ്ലിങ്കിറ്റ് വഴി ഓർഡർ ചെയ്ത് സാധനമൊക്കെ മേടിക്കുമായിരുന്നു. ഇത് പഴം തന്നെ ഇങ്ങനെ ചെറിയ ബോക്സിനകത്താണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ സാധനവും നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം. അങ്ങനെ ഞങ്ങളിതാ പിന്നെ രാവിലെ അഡ്മിഷന് വേണ്ടിയിട്ട് പോവുകയാണ്. ബാനൂട്ട ശരിക്കും തലേന്ന് രാത്രിയാണ് ബാനുവായിട്ട് വന്നത്. പിന്നെ ഇതേപോലെ അഡ്മിഷന് വേണ്ടിയിട്ട് വീണ്ടും പോയാൽ അവൾക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. എന്നാലും വേണ്ടുകയില്ല, ഞങ്ങൾ പോയി ആരുടെ അഡ്മിഷന് വേണ്ടിയിട്ട് പോയി. എല്ലാം നമ്മൾ ഒരാൾ തന്നെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും എല്ലാത്തിനും ദൈവം ഒരു ശക്തിയും ബലമൊക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ കൊച്ചിൻ്റെ ആരൻ്റെ അഡ്മിഷന് എല്ലാം പോയി. എല്ലാം കൃത്യസമയത്ത് തന്നെ എല്ലാം ചെയ്തു. എല്ലാം ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ വന്നെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് ഇതേപോലെ രാവിലെ ബാനു പറഞ്ഞു, മമ്മ ഒന്നും ചെയ്യേണ്ട, മമ്മ റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ഭയങ്കര പനിയായിരുന്നു. അങ്ങനെ ബാനു പിന്നെ നെയ്ച്ചോറും ദാലുകറിയും സലാഡും അങ്ങനെയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ അങ്ങനെ കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നെങ്കിൽ ഞാനൊന്നും കഴിക്കാതെ അവിടെ കിടക്കും. ആരനോട് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളാൻ പറയും. അവനങ്ങനെ കഴിക്കും.
ഇതിപ്പോൾ കൊച്ചുണ്ടായിരുന്നത് കൊണ്ട് അവൾ എല്ലാം റെഡിയാക്കി. പിന്നെ അതിൻ്റെ പിറ്റേന്നൊക്കെ ആയപ്പോഴത്തേക്കിനും കുറച്ചൊരു സുഖമായി. 3 ദിവസം ശരിക്കും പറഞ്ഞാൽ പനിച്ച് ഞാൻ കിടന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ലുലുവിൽ പോയി കുറച്ച് സാധനം, കാരണം ബാനു വന്നു കഴിഞ്ഞ് വെച്ച് ഒരു സാധനവും മേടിക്കാൻ പോയിട്ടുള്ള, ആവശ്യമുള്ളത് ഇങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് മേടിക്കലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാനു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതേപോലെ ലുലുവിൽ പോയി കുറച്ച് സാധനം മേടിക്കാമെന്ന് വെച്ചപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും എന്താണേലും വാങ്ങി വെച്ചാൽ അതെല്ലാം മിച്ചം അവിടെ ഇരിക്കും. ആരും ഇതൊന്നും കഴിക്കത്തുമില്ല. അപ്പോൾ പിന്നെ ഓർത്തെന്നാൽ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ആവശ്യമുള്ളത് കട്ട് ചെയ്തത് കിട്ടുമല്ലോ, അപ്പോൾ ആവശ്യമുള്ളത് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രൂട്ട്സ് വേണ്ടത് മാത്രം കുറച്ച് ഞാൻ എടുക്കുവാണ്. അല്ലെ ഇതെല്ലാം മേടിച്ച് വെക്കുന്നത് കളയേണ്ടി വരും. പിന്നെ ആരും ഇതേപോലെ കോൾഡ് കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോൾ എല്ലാം കോൾഡ് കോഫി മേടിക്കും. അന്നേരം അവനൊരു ബോട്ടിലെടുത്ത് കുറച്ച് കുടിക്കുകയും ചെയ്യും. പിന്നെ എക്സ്ട്രാ ഒരു ബോട്ടിലും കൂടെ കൊണ്ടുപോകാനായിട്ട് മേടിക്കും. അങ്ങനെ ആവശ്യത്തിനുള്ള കുറച്ച് ഫ്രൂട്ട്സും എല്ലാം ഞാൻ വാങ്ങി. കാരണം ബാനു വന്നതല്ലേ, ഒന്നും ഇരിപ്പില്ലായിരുന്നു എനിക്ക്. പിള്ളേർക്ക് ആർക്കും പിന്നെ പ്രത്യേകിച്ച് വലിയ നിർബന്ധങ്ങളൊന്നുമില്ല, ഇത് വേണം അത് കഴിക്കാൻ വേണം അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ. ബാനു പിന്നെ സത്യത്തിൽ പ്യുവർ വെജിറ്റേറിയൻ ആണോ നമ്മൾ ഓർക്കും. അവളങ്ങനെ വെജാണ് കൂടുതൽ ഏറ്റവും ഇഷ്ടം അവൾക്ക്, അതാണ് കൂടുതലും കഴിക്കാറും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇന്നതൊന്നുമില്ല, എന്നാലും കുറച്ച് ഫ്രൂട്ട്സോ എന്തെങ്കിലും പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ വേണ്ടേ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണുന്നു. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഓട്ടമായിരുന്നു. അതുകൊണ്ട് ഒരു സാധനം മേടിച്ച് വെക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലുലുവിലോട്ട് പോയാൽ കുറേയെല്ലാം ഒരുമിച്ച് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കപ്പ ബിരിയാണി, ഡക്ക് റോസ്റ്റ്, അങ്ങനെ കുറേ കറികളെല്ലാം നമുക്ക് ഇതേപോലെ കിട്ടും ഓരോ കമ്പനിയുടെ. ഞാനിതുവരെ വാങ്ങിയിട്ടേ ഇല്ല. ലുലുവിൽ ഇപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ചായക്കട എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാ തരത്തിലുള്ള ചായയുണ്ട് കേട്ടോ. കോൾഡ് കോഫി, ഇഞ്ചി ചായ എല്ലാം ഉണ്ട്. പിന്നെ എന്താ ഇത് കണ്ടോ, പല തരത്തിലുള്ള ഹലുവ. ബാനു ഇതെല്ലാം കാണിച്ചു തരും. വല്ലതും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാനുവിനൊന്നും വേണ്ട. ബാനു ഇപ്പം അധികം മധുരമൊന്നും അങ്ങനെ കഴിക്കാറില്ല. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും വലിയ കഴിപ്പൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഒന്നും മേടിച്ചുമില്ല. പിന്നെ ഡ്രസ്സിൻ്റെയൊക്കെ അവിടെ എനിക്ക് പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവർ ഒന്നുമില്ലെങ്കിലും എനിക്ക് തിരിച്ചു പോകുമ്പോൾ നിർബന്ധം അവർ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം എന്നുള്ളത്. അത് പണ്ടേ അങ്ങനെ മൂച്ചുട്ടൻ ദുബൈക്ക് പോയപ്പോൾ മുതലേ അങ്ങനെ. പിന്നെ മൂച്ചുവിനും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പോകുമ്പോഴാണെങ്കിലും പിള്ളേർ വന്നിട്ട് പോകുമ്പോൾ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങി ഞാൻ അവർക്ക് കൊടുത്തുവിടും. അപ്പം ഞാനവിടെ തന്ന ലുലു ബാനുവിന് ഇങ്ങനെ കുർത്തിയിട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ലുലുവിൽ പോയപ്പോഴത്തേക്കിനും ഒന്ന് നോക്കിയതാണെല്ലാം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവർ പോകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടണം, എന്നാലേ മനസ്സിനൊരു സന്തോഷമുള്ളൂ. അപ്പം മൂച്ചുവിനും അവൾ ഡ്യൂട്ടിയിൽ, അതുകൊണ്ട് പിന്നെ അയച്ചു കൊടുത്തിട്ട് അവൾ കണ്ടില്ല എന്താ വേണ്ടതെന്നൊന്നും. അങ്ങനെ പിന്നെ കുറച്ച് പറ്റുന്ന നമുക്ക് ഏകദേശം ഇഷ്ടങ്ങളൊക്കെ അറിയാമല്ലോ, അങ്ങനെ നോക്കിയൊക്കെ വാങ്ങി. പിന്നെ കുറേ കുർത്തി ടോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അജ്രക്കിൻ്റെയും പിന്നെ ജയ്പൂർ കോട്ടൻ്റെ ഒത്തിരി മെറ്റീരിയലുകൾ ഉണ്ട്. അത് ലൈനിങ് ഇല്ലാതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചൂട് സമയത്ത് സിമ്പിളായി ഇടാനായിട്ട്. ലൈനിങ് ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അതെല്ലാം കഴുകലും പിന്നെ പശയിടലും തേക്കലും ഒക്കെ. ഇത് ഇങ്ങനെ ലൈനിങ് ഇല്ലാതെ ആകുമ്പോഴത്തേക്കിനും നമുക്കൊരു ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ആണെങ്കിലും ഒത്തിരി സുഖം. എനിക്ക് ഇപ്പോൾ ഈ ലൈനിങ് ഉള്ള ചുരിദാറൊക്കെ ഇടുമ്പോൾ ഒത്തിരി നല്ലതൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈനിങ് ഇട്ട് തയ്ക്കാൻ നോക്കാം. അല്ലാതെ വെറുതെ നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ പോവുമോ ചെറിയ ട്രാവൽ ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അന്നേരം ഈ ലൈനിങ് ഉള്ളതും ഒക്കെ ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങൊരു ശ്വാസം മുട്ടൽ പോലെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ലൈനിങ് ഇല്ലാത്ത ടോപ്പുകൾ ഭയങ്കര ആയിട്ട് ഞാനൊന്ന് പ്രിഫർ ചെയ്യും. അങ്ങനത്തെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കിന് ഇടാനായിട്ട്. പിന്നെ വലിയ പ്രൈസും ഇല്ല, എല്ലാം 1000 ബിലോ ആണ് കാണുന്നതൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നോക്കിയതാണ്, വെറുതെ ഒക്കെ ഇടാൻ പറ്റുന്നത്. ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ചായി പോയിട്ട്. അങ്ങനെ സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുള്ളത് ബാനൂട്ടം പോകുന്നതിന് മുമ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ബാനും കൂടെ ഓട്ടോയിലാണെങ്കിലും കാരണം എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കാൻ പോകുമ്പോൾ വരാൻ ഭയങ്കര മടി. എന്ത് ചെയ്താൽ വരത്തില്ല. ആകെ ലുലുവിൽ മാത്രം വരും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരും, അല്ലെങ്കിൽ അവന് ഭയങ്കര മടിയാണ്. അങ്ങനെ ഞാനും ബാനൂട്ടനും കൂടെ ടൗണിലോട്ടൊന്ന് വീണ്ടും പോവാണ്. ബാനു ആകെ ഉണ്ടായിരുന്നത് ഒരാഴ്ച സമയമാണ് അവളിവിടെ ഉണ്ടായിരുന്നത്. വിസ ചേഞ്ച് ആവശ്യമായിരുന്നു അവൾക്ക് അന്നേരം. പിന്നെ വേറൊരു സ്ഥലത്ത് പോകുന്നതിൽ നല്ലതല്ല ഇങ്ങോട്ട് വരുന്നത്, നാട്ടിലോട്ട് വരുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെ വേറെ ഒമാനോ അങ്ങനെയൊന്നും പോകാതെ അവൾ ഇങ്ങോട്ട് പോകുന്നതാണ്, നാട്ടിലേക്ക് പോകുന്നതാണ്. ഏതായാലും അങ്ങോട്ട് പോയാലും ടിക്കറ്റ് ചാർജ് ഒരേപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നാട്ടിലേക്ക് പോന്നു. അപ്പം ബാനു പോകുന്നതിന് മുമ്പ് എന്നാൽ പുറത്തൊന്ന് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അവർ ആങ്ങളെയും പെങ്ങളും കൂടെ പോയായിരുന്നു. എനിക്ക് അന്നേരം ഒന്നും പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പം പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയതാണ്. അപ്പം വന്നപ്പോൾ തൊട്ട് പറയുമായിരുന്നു ഇന്ന് പോകാൻ നാളെ പോകാൻ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പനിയൊക്കെ ആയി പോയത് കൊണ്ടൊന്നും പറ്റുകയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ കൊക്കോയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ദാണ്ടെ കൊക്കോയിൽ വന്നു. പിന്നെ ഉച്ചയ്ക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത് കേട്ടോ. കാരണം വൈകിട്ടത്തേക്ക് ഇരുന്ന മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നടക്കത്തേ ഇല്ല. അങ്ങനെ ബാനു ദാണ്ട മൈലാഞ്ചി കൂട്ടോ അങ്ങനെ എന്തോ ആണിത് പറയുന്നത്. ചിക്കനോ പപ്പടോ സലാഡ് ബീഫ് എല്ലാം ഉണ്ട് ചട്ടിക്കകത്ത്. ആരൻ്റെ ഇത് തക്കാറ പൊറോട്ട, നമ്മുടെ തട്ടുകട ചിക്കൻ പോലത്തെ അങ്ങനത്തെ ചിക്കനും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റേത് പെരി പെരി ചിക്കൻ റൈസായിരുന്നു, പക്ഷേ കൊള്ളായിരുന്നു. ഇത് ഞങ്ങൾ ബാനൂട്ടൻ പോവാണ്, അപ്പോൾ അവളെ വിടാൻ പോകാനായിട്ടെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ആരന് പിന്നെ ബാനുവൊക്കെ പോകാറാകുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കര ഡൗണാണ് ആരൻ. നമ്മൾ പിന്നെ ഇതിപ്പോൾ കുറേ വർഷങ്ങളായിട്ടിങ്ങനെ കണ്ടുപിടുത്തും ആ ഒരു രീതിയിൽ അങ്ങ് പോവും. ബാനൂട്ടൻ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കണം. അപ്പം ഞാൻ ബാനുവിന് മേടിച്ച പുതിയ ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവർ പോകുമ്പം പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മേടിച്ചു. അതിന് ഞാൻ എടുക്കുന്ന ഡ്രസ്സ്, ആ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് ഏതാണെങ്കിലും അവർക്കിഷ്ടമാണ്. അങ്ങനെ ബാനൂട്ടന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അങ്ങനെ പോകാനായിട്ട് എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. വെളുപ്പിനെ 2:20 അവിടെ ഫ്ലൈറ്റ്. അപ്പം എല്ലാം റെഡിയായി നിൽക്കുകയാണ്. 8:30 ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഈ വിടാൻ പോകുമ്പോഴും കൂട്ടാൻ വരുമ്പോഴും ഉള്ള പോക്ക് രണ്ടും ഭയങ്കര വ്യത്യാസമാണല്ലോ. വിടാനായിട്ട് പോകുമ്പം ഭയങ്കര ശോകമാണ്. ആരും തമ്മിൽ വലിയ സംസാരമൊന്നുമില്ല, അങ്ങനെയാണ് പോകുന്നത്. ഭാനുവും സാധാരണ ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന, ഭാനു ഉറങ്ങിയില്ല. ഭാനുട്ടനെ അങ്ങ് വരെ ഭയങ്കര സംസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ ആരോപ്പി പിന്നെ ഇങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ഭാനുവൊക്കെ വന്ന് പോകുമ്പോഴത്തേക്കിനും. അവന് ഭയങ്കര വിഷമമാണ്. കാരണം ഭാനുവും അവനും കൂടെ നല്ല കൂട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് പിന്നെ അവനങ്ങ് ഒരു ഒറ്റയ്ക്കായ ഒരു ഇതാണ്. നമ്മളോട് എത്ര നേരം വർത്താനം പറയുകയോ എടുക്കുകയൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ പിന്നെ കുറേ ദിവസം ഭാനു ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് സമയം പോയത് അറിഞ്ഞേയില്ല. സമയമില്ലായിരുന്നു എന്ന് തന്നെ വേണേൽ പറയാം. ഓരോ കാര്യങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതിൻ്റെ ഇടയ്ക്ക് 4-5 ദിവസം ഞാൻ പനിയായിട്ട് കടന്നുപോയി. ഏതായാലും കൊച്ചുണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ ഒരു ഭയങ്കര സഹായമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ 1 മാസത്തിലധികമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഇത്രയും നാൾ വീഡിയോ ഇടാതിരുന്നിട്ടില്ല. പക്ഷേ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്ന് എനിക്ക് പറ്റുന്നില്ലായിരുന്നു എന്നെക്കൊണ്ട്. പിന്നെ നമ്മളിത്രയും ഒരു ചാനൽ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ് വീഡിയോ എല്ലാം. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ എയർപോർട്ടിൽ എത്തി. പിന്നെ കറക്റ്റ് സമയമായതുകൊണ്ട് പിന്നെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തില്ല. അതാ ബാനൂട്ടൻ അകത്തേക്ക് കയറാനായിട്ട് തന്നെ ബാനു അവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പോകുന്നു. ഇപ്പോൾ എയർപോർട്ടിലൊക്കെ നമുക്ക് പിന്നെ ഈ വാളറ്റ് പാർക്കിംഗ് ഉണ്ട്. അവർ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്ത് താഴെ കൊണ്ടിട്ടിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവരെ ഏൽപ്പിച്ചാൽ മതി. അവർ വണ്ടി താഴെ ഇട്ടോളും, തിരിച്ച് കൊണ്ട് തരികയും ചെയ്യും. അങ്ങനെ പിന്നെ എന്താണ്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. ബാനുവിനെ വിട്ടിട്ട്. ബാനു എമിഗ്രേഷനൊക്കെ കഴിയുമ്പം വിളിക്കും, അന്നേരം ഞങ്ങൾ പോരത്തുള്ളൂ. അതുവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ ഞാൻ വണ്ടിയെ പതുക്കെ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ഒരുക്കുകയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായി ഉറങ്ങിയിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ആരന് പനിക്കോളാണ്. ആരൻ എപ്പോഴും അങ്ങനെയാണ്. ബാനുവും മുച്ചൊക്കെ വന്ന് പോകുമ്പോഴത്തേക്കിന് പിന്നെ ഒരു പനിക്കോളൊക്കെയാണ് രാവിലെ. അപ്പോൾ രാവിലെ ബ്രെഡും മുട്ടയായിരുന്നു, പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ ഇപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റായിരുന്നു. കുറേ നേരത്തേക്ക് ചെറിയൊരു വെയിലുണ്ടായിരുന്നു. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായിട്ട് മഴയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞായറിന് പനിയായിട്ടിരിക്കുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളും ഇല്ലാത്ത വീഡിയോ ആണെന്ന് എനിക്കറിയാം. എൻ്റെ ഈ ഹാങ്ങിങ് മോച്ചുവിൻ്റെ ഒരു കൊളീഗ് അവിടെ ജോലി ചെയ്യുന്നത് തായ്ലൻഡിന് പോയിട്ട് വന്നപ്പം ഈ ഷെല്ല് കൊണ്ടുള്ള ഈ ഒരു ഹാങ്ങിങ് കൊണ്ട് തന്നതാണ്. അപ്പം മോച്ചു അത് ബാനു വന്നപ്പോൾ കൊടുത്തു വിട്ടു. പക്ഷേ അത് കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ടാണത്. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ വെക്കണമല്ലോ, ചോറും കറിയൊക്കെ വെക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതാ മോര് കാച്ചി, പിന്നെ ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ബീഫ് ഫ്രൈ എല്ലാം ഉണ്ടാക്കി. പിന്നെ ചോറും വെച്ചു. എന്തോ ഇച്ചിരി കറിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ടൊക്കെ ഉച്ചയൊക്കെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ആരുടെ ഉച്ചയ്ക്ക് ചോറുണ്ടോയെന്ന് അറിയത്തില്ല, പനിക്കോളൊക്കെ കാരണം. അതുകൊണ്ട് പിന്നെ അങ്ങ് വെച്ച് ഞാൻ ചോറുമെല്ലാം. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കിന് പിന്നെ അവന് 2 ബ്രെഡും ബീഫ് ഫ്രൈയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബാനു വന്നപ്പോഴത്തേ 1-2 ഫോട്ടോസാണ് അത്. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.